ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് ഇട്ടിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, ക്ലച്ച് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, പിന്നെ ഫ്യൂൽ മീറ്റർ, സ്പീഡോ മീറ്റർ, 2 മീറ്ററും വർക്കുള്ള എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ പറഞ്ഞത് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് വേണ്ടാന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നമുക്ക് മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിച്ചാണതേ 9814 കിലോമീറ്ററാണ് ഇപ്പം ഇതിനകത്ത് കാണിച്ചാണ്, 9814. ഇതിൻ്റെ പെട്രോൾ മീറ്ററും വർക്കിംഗ് അല്ല, സ്പീഡ് മീറ്ററും വർക്കിംഗ് അല്ല. അത് ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ മെക്കാനിസത്തിൻ്റെയാണ് കേട്ടോ. ഫ്യൂൽ മീറ്റർ ആയാലും നമ്മൾ ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടും വർക്കിംഗ് ആവണില്ല. ആ യൂണിറ്റ് ഫുൾ സെറ്റായിട്ട് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. ഇതേപോലെ വന്ന ഒറ്റ യൂണിറ്റായിട്ട് തന്നെ ആ യൂണിറ്റ് അസംബ്ലി ഫുള്ള് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 1500 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അത് ഇപ്പം നിലവിൽ ഇപ്പം അതൊന്നും ചെയ്യൽ നടക്കില്ല. അപ്പോൾ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇവിടെ അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്കൊരു 8 മുതൽ 10 ദിവസം വരെ സാധാരണ ബുക്കിംഗ് വരാറുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ വർക്കിന് കയറ്റി വണ്ടി ഓടിച്ചൊക്കെ നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. പക്ഷേ എങ്കിൽ കൂടി കുറേ കൂടി ഉപയോഗിച്ച് തീരാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആകാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തു. ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജൊന്നും ആയിട്ടില്ല. പരമാവധി ഉപയോഗിക്കാം നമുക്ക് കേട്ടോ. ഗിയറിനകത്ത് തന്നെ ഗിയർ ബോക്സിൽ തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഷാഫ്റ്റുകളുടെ ഓയിൽ സീൽ പോയേക്കണം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ഇവിടെ കംപ്ലയിൻ്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചെറിയ നനവ് കാണുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നമുക്ക് മാറ്റിയിടാം. ഇത് മൊത്തം പശ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കമ്പനി ഒറിജിനൽ ഓയിൽ സീലുകൾ മേടിച്ച് അടിച്ചാൽ കഴിഞ്ഞാൽ റെഡി ആയിക്കോളൂ. സാധാരണ കംപ്ലയിൻറ്റ് കാണിക്കുക ക്രാങ്ക് ഷാഫ്റ്റാണ്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമുക്ക് സാധാരണ ഓയിൽ ലീക്ക് കാര്യമായിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കമ്പനി ആ ഓയിൽ സീൽ മേടിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് 2 ഓയിൽ സീലും മാറ്റിയിട്ടേക്കാം. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ച് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അപ്പോൾ മോർണിംഗിലൊക്കെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വണ്ടി കംപ്ലയിൻറ്റ് കിട്ടിയിട്ടൊന്നുമില്ലെങ്കിൽ കൂടി സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്രാങ്കിനെ വർക്ക് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു യൂണിറ്റാണത്. സ്റ്റാർട്ടർ കംപ്ലീറ്റ് എന്ന് പറയാം, പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയാം, നമ്മൾ ബെൻഡെക്സ് എന്നൊക്കെ പറയും. അത് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് അല്ല, ഇടയ്ക്ക് വന്നിട്ട് സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല നമുക്കത് കൈയോടെ മാറ്റിയിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കയറ്റിയിടാം. പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാലും മതി. ഏകദേശം നമുക്കൊരു 1000 രൂപ അടുത്ത് ചിലവുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഈ കംപ്ലയിൻറ്റ് നമുക്ക് പറഞ്ഞേക്കണത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മാറ്റണമെങ്കിൽ മാറ്റിയിടാം, അതല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ആണെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്തിടാം. പിന്നീട് സെൽഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാറ്റിയിട്ടാലും മതി. ഇത് ഡ്രൈ ആയതുകൊണ്ട് ആ ഭാഗത്ത് ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് വരുമ്പോൾ വന്ന പ്രോബ്ലംസ് ആണെങ്കിൽ നമ്മളത് ലൂബ് ചെയ്യുമ്പോൾ മാറിപ്പോക്കോളും. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. വണ്ടി പുതിയ വണ്ടി മേടിച്ചപ്പോൾ വന്നേക്കണ ബെൽറ്റാണത്. പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ബെൽറ്റൊന്നും ഇപ്പോൾ നിലവിൽ കിട്ടാനില്ല കേട്ടോ. ഇപ്പോൾ വന്നത് ബാൻഡോ എന്ന് പറഞ്ഞ പേരിലാണ്. ഇതിൻ്റെ 4 ലൈഫ് പോലും അതിനില്ല. അപ്പോൾ ഇതിന് ഇത്രയും കൂടെ പഴക്കമുണ്ടെങ്കിൽ കൂടി ബെൽറ്റിൻ്റെ യാതൊരുവിധ ഡാമേജും വന്നിട്ടില്ല. അപ്പോൾ ഈ ബെൽറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ 4 ലൈഫ് പോലും ഇല്ല, 4 ക്വാളിറ്റി ഇല്ല ഇപ്പോൾ തന്നെ ബെൽറ്റുകൾക്ക്. അപ്പോൾ മാക്സിമം നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ക്ലച്ച് യൂണിറ്റ്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെയാണത്. നോർമൽ തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ തുരുമ്പിൻ്റെ പ്രസൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൽ അങ്ങനെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ഓയിൽ സീല് ലീക്കായതാണ് നമുക്ക് ആ ഓയിൽ ലീക്കിൻ്റെ ദിവസം ക്ലച്ച് സൈഡ് പറഞ്ഞാൽ. അപ്പോൾ അത് രണ്ടും നമുക്ക് മാറ്റിയിടാം. അതേപോലെ തന്നെ ബെൻഡെക്സ് ഞാൻ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓയിൽ ലീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. പക്ഷേ ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കുമ്പോൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ ഒരു മാറ്റേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റിൽ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു കോമൺ കംപ്ലയിൻ്റ് ആണ് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻറ്റ്. അതായത് കാർബറേറ്റർ പ്രോബ്ലം കൊണ്ടും ഈ പറഞ്ഞ രീതികളെ രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ കോമൺ ആയിട്ട് കാണിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 എന്ന് പറയുന്ന പെട്രോളാണ്. അതിപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. കാരണം ഇപ്പോഴത്തെ ന്യൂസിലൊക്കെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. 20% എത്തനോൾ, അതായത് എത്തനോൾ വാട്ടർ കണ്ടൻറ്റ് അബ്സോർവ് ചെയ്യുന്ന ഒരു ലിക്വിഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ കാണിക്കാനായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്.
സാധാരണ ചോക്കൊക്കെ കട്ടടിക്കുമ്പോൾ നോർമൽ രീതിയിൽ വരാറുണ്ട്. സാധാരണ കാർബറേറ്ററിൽ ഇപ്പോൾ മെയിനായിട്ട് വന്നത് ഇങ്ങനെ ഇതേപോലെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, ഇടയ്ക്ക് പറഞ്ഞ പോലെ മിസ്സിങ് കാണിക്കുക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വന്ന കംപ്ലയിൻറ്റ്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കിപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ തോന്നിയില്ല. തന്നെയല്ല, നമുക്കൊരു മേജർ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരാതെ കൊണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിയല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പരമാവധി ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. താമസിയാണ്ട് തന്നെ നമുക്ക് മെയിൻ കംപ്ലയിൻറ്റുകൾ വരും. ഓവർഫ്ലോൻ്റെ പ്രശ്നം വരാം, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഒക്കെ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം അത് ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളത് ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്തു എന്ന് കരുതാം. പെട്ടെന്ന് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും പിന്നെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൽക്കാലം അത് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കണം നല്ലത്. ഈ രീതിയിൽ തന്നെ പോട്ടെ. വലിയ കംപ്ലയിൻ്റ് ആണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. നിലവിൽ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ പോലും ഏകദേശം ചുരുങ്ങിയത് ഒരു 500-550 നമുക്ക് ചിലവുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്തു എന്ന് കരുതാം. കംപ്ലയിൻറ്റ്, ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള പെർസെൻറ്റേജ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 99% കംപ്ലയിൻറ്റ് വരാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും കാര്യമായിട്ട് പറയണേ. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നാളെ കാണിച്ചേക്കാം, ഇന്ന് കാണിച്ചേക്കാം, ഒരു മാസം കഴിഞ്ഞ് കാണിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. 100% വരുമെന്നല്ല. ഓട്ടം ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പൊതുവെ കുറവായിട്ടാണ് കാണാം. സാധാരണ രീതിയിൽ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓട്ടം ഉള്ള വണ്ടിക്ക് ഓട്ടം പൊതുവെ കുറവാണ്. ഓട്ടം കുറവുള്ള വണ്ടിക്കാണെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കാണിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. ഉപയോഗിക്കാണ്ട് ഒരു കാരണവശാലും വണ്ടി വെക്കരുത്. ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടായിട്ടായിരിക്കും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഓവർഫ്ലോ ഒക്കെ കാണിക്കാൻ സാധ്യത. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിടണം. അപ്പോൾ ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടണം. അത് ലിങ്കിൻ്റെ ബുഷുകൾ നമുക്ക് ആ കോളർ മാത്രം മാറ്റി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. കോൺസെപ്റ്റ് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ വരുന്ന ബെയറിങ് ചെറിയൊരു പ്ലേ കാണിക്കാനുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ തൽക്കാലം. ചെറിയൊരു അടി പോലെ വരും ഇത്. കാര്യമായിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ചെയ്താൽ മതി. പിന്നെ ഓൾറെഡി ബസ്സറൊക്കെ ഇവിടെ ഡിസ്കണക്ഷനായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ സെറ്റ് ചെയ്തേക്കാം. മീറ്റർ കേബിളൊക്കെ ഓൾറെഡി പിരിഞ്ഞൊടിഞ്ഞു പോയി, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോരുമില്ല. അപ്പോൾ മീറ്റർ മെക്കാനിസമാണ് നമുക്ക് അതിൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് വന്നേക്കണേ. അപ്പോൾ മെക്കാനിസം അസംബ്ലിയാണ് മെയിൻ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമുക്ക് പറഞ്ഞ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മെയിനായിട്ട് ബാറ്ററി ഡേയ്സൊക്കെ നമ്മൾ നോക്കണം. 2024 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. 2024 വണ്ടിയിൽ വെച്ചാണ് ബാറ്ററിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മറ്റേ വോൾട്ട് വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 12.92 കാണിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9.27. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാറ്ററിയും സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ്സ് ഒന്നോ ബെൻഡെക്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് കാണിക്കാം. രാവിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാനുള്ള ഒരു സാധ്യതയിൽ. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ്. ഇത് രണ്ടും ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അതായത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ് കൂടുതലായിട്ട് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നേരെ മറിച്ച് ഈ ബെൻഡെക്സിൻ്റെ കേസ് ഇപ്പോൾ നമ്മൾ തൽക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് നോക്കാം. ഇനി അതെല്ലാം മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് റെഡി ആയി പോകുള്ളൂ. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല ലൈനറാണ്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയറാണ് കേട്ടോ. വീൽ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗും എയർ ഫിൽറ്ററും ഈ 3 ഐറ്റം നമുക്ക് മാറ്റിയിടുന്നതായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടിയാണ്, ഫുൾ പൊടി കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗിൻ്റെ പോയിൻ്റ് ആയാലും ഫുള്ളായിട്ട് ഏകദേശം തീർന്നൊരു മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാറ്റുമ്പോൾ ഈ 3 ഐറ്റം എയർ ഫിൽറ്റർ, പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, അത്ര ഐറ്റം ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ പ്രൊട്ടക്ടറൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ എസ്റ്റിമേറ്റിൽ കാണിച്ചേക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എസ്റ്റിമേറ്റിൽ ഇപ്പോൾ ഈ ഡാമേജ് ഉള്ളതുകൊണ്ട് ഞാനത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എസ്റ്റിമേറ്റിൽ ഇടുന്ന ദിവസം ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഒന്ന് പ്രൊട്ടക്ടർ, എഞ്ചിൻ ഓയിൽ, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്, അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ, എയർ ഫിൽറ്റർ, പ്ലഗ്, ആക്സിലേറ്റർ കേബിളും കാണിക്കുന്നുണ്ട്. ആക്സിലേറ്റർ കേബിളും അതിൻ്റെ ലേബർ ചാർജും അതിന് അഡീഷണലാണ് നമുക്ക് വരാം. കാരണം ഞാൻ ബോഡി ഭാഗം കൂടി അയച്ചിട്ട് വേണം നമുക്ക് ആക്സിലേറ്റർ കേബിൾ മാറ്റാനായിട്ട്. അപ്പോൾ അതുകൂടി കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ വരുമ്പോൾ കോളർ ബുഷ് 2 ഗ്രീൻ ബുഷ്, പിന്നെ ഒരു ബസർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും 2 ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓയിൽ സീൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഹെഡിൻ്റെ ഈ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയതുകൊണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും ആ 2 മൗണ്ട് റബ്ബറും എന്നുള്ളത് എസ്റ്റിമേറ്റിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ജനറൽ സർവീസും ആക്സിലേറ്റർ കേബിൾ മാറുന്നതിൻ്റെയും അതേപോലെ തന്നെ ബാക്കിയത്തെ ഈ പാർട്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. നമുക്കതനുസരിച്ച് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.